നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ടെലഗ്രാമിൽ ഒരുപാടധികം ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടുകളെല്ലാം കൂടെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് ആയാലും റീനെയിമിങ്ങിനായാലും അതുപോലെ തന്നെ മ്യൂസിക് ആയാലും എന്ത് തരത്തിലുള്ള എന്ത് പർപ്പസിനായിട്ടുള്ള ഒരു ബോട്ടാണെങ്കിൽ പോലും ടെലഗ്രാമിൽ നമ്മൾ സെർച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ അതിൻ്റെ ഐഡിയ നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ബോട്ടുകളെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാനൊരു വീഡിയോയുടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ഫുള്ളായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ടെലഗ്രാം ബോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടണമെന്ന് ഉറപ്പില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളത് പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. ഏതായാലും നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി കയറുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ടെലഗ്രാം ബോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. അത് നല്ല നല്ല കമൻറ്റുകളും 4.4 റേറ്റിംഗ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഉണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ചെറിയൊരു ബിൽഡറിൻ്റെ വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ടെലഗ്രാം ബോട്ടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യം ആഡ് ബോട്ട്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബോട്ടുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഓപ്പൺ സോഴ്സ് ബോട്ടുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിമും കാറ്റഗറിയും ഡിസ്ക്രിപ്ഷനും നമ്മുടെ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് റിവ്യൂവിന് പോകും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓണർ അത് റിവ്യൂ ചെയ്തതിന് ശേഷം നല്ല ബോട്ടാണെന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബോർഡിന് പ്രൊമോഷന് വേണ്ടിയും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിതിനകത്ത് സെലക്ട് കാറ്റഗറി എന്ന് പറയുന്ന ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള കാറ്റഗറീസ്, അതായത് എത്ര തരത്തിലുള്ള ബോട്ടുകളുണ്ടോ ആ ബോട്ടുകളുടെ എല്ലാം തരത്തിലുള്ള കാറ്റഗറികൾ നമുക്കിതിനകത്ത് കിട്ടും. ആൻറ്റി വൈറസ് ബോട്ട്, ഓഡിയോ എക്സ്ട്രാക്ടർ ബോട്ട്, ബോട്ട് ക്രിയേറ്റർ ബോട്ട്സ്, ക്യാപ്ച ബോട്ട്സ്, ഫയൽ സ്റ്റോറിംഗ് ബോട്ട്സ്, ജിർഹബ് ഡൗൺലോഡർ, അതുപോലെ തന്നെ ലിങ്ക് ഷോർട്ടനർ, ഗ്രൂപ്പ് ഫിൽട്ടർ ബോട്ട്, ഗ്രൂപ്പ് മാനേജർ ബോട്ട്, ഹോട്ട്സ്റ്റാർ ബോട്ട്, ഇൻലൈൻ ബോട്ട്സ്, മൾട്ടിപർപ്പസ് ബോട്ട്, അതർ ബോട്ട്സ്, പാസ്വേഡ് ജനറേറ്റർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഫിൽട്ടർ ബോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം എടുക്കാൻ പോവുകയാണ്. ആ ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യാം. കുറച്ചൊക്കെ ബഗ്ഗൊക്കെ ഉണ്ട്, എന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ അവരത് ശരിയാക്കിക്കോളും. ഗ്രൂപ്പ് ഫിൽട്ടർ ബോട്ട്സ് എന്ന് ഞാൻ കാറ്റഗറി സെലക്ട് ചെയ്തു. അതിനുശേഷം സെർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ബോട്ടുകൾ നമുക്കിതിനകത്ത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ബോട്ടുകൾ ഉണ്ട്. നമുക്കിതിനകത്ത് ഇപ്പോൾ ആദ്യത്തെ ഫിൽട്ടർ ബോട്ട് ബെറ്റർ ഫിൽട്ടർ ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ബോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനകത്താണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പ്ലസ് മെസ്സഞ്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. യെറ്റ് അനദർ ഫിൽട്ടർ ബോട്ട് ആഡ് മീ ഇൻ മൈ ഗ്രൂപ്പ് ആൻഡ് സ്റ്റാർട്ട് ആഡിങ് ഫിൽറ്റേഴ്സ് ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ഹാവ് ദ അഡ്മിൻ പ്രിവിലേജസ്. ഒക്കെ അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഫിൽട്ടർ ബോട്ടാണ്. നമ്മൾ ഈ ഒരു ബോട്ടിനെ നമ്മൾ അഡ്മിൻ ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ ഗ്രൂപ്പ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെയാണ് ഇപ്പോൾ ടെലഗ്രാം ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കി പോയതിനു ശേഷം വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഫിൽട്ടർ ബോട്ടിന് പകരം നമുക്കിനി ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് ബോട്ട്സ് ഒന്ന് നോക്കാം. ഗ്രൂപ്പ് മാനേജർ ബോട്ട്സ് ഇനി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇത്രയും അധികം ഗ്രൂപ്പ് മാനേജർ ബോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത്രയും ഗ്രൂപ്പ് മാനേജർ ബോട്ടുകളുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ പ്ലസ് മെസ്സഞ്ചർ സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ട്രീസെറ്റ് ചേച്ചി എന്ന് പറയുന്ന ആ ഒരു ബോട്ട് ഗ്രൂപ്പ് മാനേജർ ബോട്ട് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ബോട്ടുകൾ വേണ്ടത് അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആകത്തോടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. ഇത് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ബോട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ ബോട്ടുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ടെലഗ്രാം ബോട്ട്സ് കണ്ടുപിടിക്കാനുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ
ഉറപ്പായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ബോട്ടുകൾ അവൈലബിൾ ആണ്. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏതായാലും വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.